വെൽക്കം ടു അനശ്വരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സെമി ബനാറസി ജോർജറ്റ് സാരീസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ നിൽക്കുന്ന സാരി നിങ്ങൾ ഓൾറെഡി നമ്മുടെ പേജിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഞാനിതിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിരുന്നു, കമ്മിങ് സൂൺ എന്നും പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 5-6 കളർ ചേഞ്ചസ് നമുക്ക് വേറെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കളേഴ്സാണ്. കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ബ്ലൗസും വരുന്നത്. അപ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ സാരി എന്ന് പറയുന്നത് നമ്മുടെ പ്യുവർ സാരിയുടെ പ്യുവർ ബനാറസി ജോർജറ്റിന്റെ ഒരു റെപ്ലിക്ക ആയിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. പ്യുവർ ഭയങ്കര കോസ്റ്റ്ലിയാണ്, പക്ഷെ നമ്മുടെ സാരി അത്ര കോസ്റ്റ്ലിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു റെഡ് ഷെയ്ഡിൽ തുടങ്ങാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ബോർഡറാണ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു വിട്ട് കൂടിയ ബോർഡറും മേലേക്ക് ചെറിയൊരു ബോർഡറാണ് വരുന്നത് കേട്ടോ. ഇനി ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന കളർ ബ്ലൗസ് ഏതാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഇതാണ് കേട്ടോ. റെഡിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് യെല്ലോ ആണേ. നല്ല ഭംഗിയുള്ള ബൂട്ടാസ് ആണ് നമ്മുടെ സാരിയിൽ കൊടുത്തിട്ടുള്ളത്. കോപ്പർ കളർ ബൂട്ടാസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സാരിയുടെ മുന്താണി ഇങ്ങനെ ആയിട്ടുള്ളത്. ഭയങ്കര സട്ടിൽ ആയിട്ടുള്ള ഒരു കളറാണ് ബൂട്ടാസ് കൊടുത്തിട്ടുള്ളത്. ഗോൾഡനും ചെറുതായിട്ടൊരു സിൽവർ കളറും. ഒരു ബ്രോക്കേഡ് പാറ്റേണിൽ വരുന്ന ബ്ലൗസ് ആണ്. അപ്പോൾ ഇത് ഒരു ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് നേവി ബ്ലൂ ആയിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ നേവി ബ്ലൂ അല്ല. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് പിങ്ക് ആണ്. ഈ സെയിം ഷെയ്ഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് എടുക്കാൻ. ഞാൻ വെഡിങ്ങിന് കൊടുത്തിട്ട് പോയി എനിക്ക് ഒരുപാട് നല്ല കോംപ്ലിമെന്റ്സ് കിട്ടിയതാണ് ഈ സാരി. ഞാൻ അന്ന് സ്റ്റൈൽ ചെയ്തത് വേറെ രീതിയിലാണ്. എന്നാലും അതിന്റെ ഫോട്ടോ ഞാനിവിടെ താഴെ കൊടുക്കാം കേട്ടോ. നല്ലൊരു പേർപ്പിൾ ആണ് കേട്ടോ. ഒരു വാടാമല്ലി കളർ എന്നൊക്കെ പറയില്ലേ, ആ കളറാണ്. അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് റെഡ് ആണ് കേട്ടോ ബ്ലൗസ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഡ്രീപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് ഇത് ഉടുത്താൽ എങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടോ ഞാനിത് ഉടുത്തിട്ട് തന്നെ വന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള സാരിയാണ്, നല്ല സുഖമാണ്, കംഫർട്ടബിൾ ആണ് ഉടുത്തത്. നമുക്ക് വെഡിങ്ങിനെ കുടിച്ചിട്ട് പോകാൻ നല്ലതാണ്. സിമ്പിൾ ആയിരിക്കും, എന്നാൽ നല്ലൊരു എടുപ്പുണ്ടായിരിക്കും. എല്ലാവരും കുറച്ച് വെറൈറ്റി എടുക്കാം. എല്ലാവരും പട്ടുസാരി ഒക്കെ കൊടുത്തിട്ട് വരുമ്പോൾ നമുക്ക് ഇതൊരു സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു സാരി ആയിട്ട് കൊടുക്കാം. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ. ഗ്രീനിന് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് റെഡിനെ വരുന്ന ഗ്രീനും റെഡും നല്ലൊരു ഓൾ ടൈം എല്ലാവരുടെയും ഫേവറേറ്റ് ഉള്ള ഒരു കോമ്പിനേഷൻ ആണല്ലോ അല്ലേ. ഗ്രീൻ ആൻഡ് റെഡ് ആണ് കേട്ടോ വരുന്നത്. നമുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് കേട്ടോ. ഈ സീരീസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് കേട്ടോ ഈ പിങ്കും ആ റെഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. നല്ല ഭംഗിയുള്ള ഒരു പിങ്കാണ് വരുന്നത്. ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് ആയിട്ട് വയലറ്റ് ആണ് കേട്ടോ വരാം. നല്ല രസമായിരിക്കും കേട്ടോ ഇത് രണ്ടും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ. കോൺട്രാസ്റ്റ് എനിക്ക് പേഴ്സണലി കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് പീസ് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സാരി ചൂസ് ചെയ്തത്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കിന് കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് പിങ്ക് ആണ് കേട്ടോ വരുന്നത്. ഈ സെയിം പിങ്ക് തന്നെയാണ് വരുന്നത്. ഈ സാരിയുടെ കൂടെ ഞാൻ ഡ്രീപ്പ് ചെയ്തിട്ടുള്ള സെയിം പിങ്ക് ആണ് കേട്ടോ. ഇത് വരുന്നത് എന്റെ സെയിം ഷെയ്ഡ് ആണ് കേട്ടോ. ഒരു ഡാർക്ക് വയലറ്റ് ആൻഡ് പിങ്ക് ആണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് കേട്ടോ. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. പ്രൈസ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഡീം ചെയ്യാം. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ കളക്ഷൻസിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബൈ.